ഐ എം ദീപ എസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ്. അതേ മന്ത്രി OLT MLM PO മാവേലിക്ക. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാർക്കും ചിലവരെയൊക്കെ ഒഴിവാക്കി നിർത്തുന്നത് വളരെ നല്ലതാണ്. കോൺഗ്രസ് ഭരിക്കാൻ കയറുമ്പോൾ ഇതുപോലുള്ള ഗൂണ്ടായിസ് നടത്തുന്നവരെ ഓലകെട്ടി അമ്പലത്തിലെ കോൺഗ്രസ് ഗൂണ്ടകളെ നമ്മൾ പറഞ്ഞുതരാം. സോമരാജൻ, സദാനന്ദ മന്ദിരത്തിലെ കുറേ അവന്മാരുണ്ട്. എന്ത് കള്ളത്തിന് ഇവന്മാരുടെ ഹിസ്റ്ററി എടുത്താൽ മതി. നിങ്ങൾ കോൺഗ്രസ്സുകാർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. എത്ര കേസുണ്ട് ഇവന്മാരുടെ കയ്യിൽ, എത്ര എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇവന്മാർക്ക് എത്ര സപ്പോർട്ടുണ്ട് എന്നൊക്കെ നോക്കി വേണം നല്ലപോലെ ഇവന്മാരെയൊക്കെ കൈകടത്തി ഇതാക്കാൻ. ഇവന്മാരെയൊന്നും പാർട്ടിയുടെ ഏഴ് അയലത്ത് അടുപ്പിക്കരുത്. പിന്നെ ഇവനൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് നടക്കുന്നതേ ഉള്ളൂ. പോസ്റ്റർ ഒട്ടിച്ച് നടക്കുക. പണ്ട് മുതലേ പാർട്ടിയെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച് നടക്കുക. ഇവനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞില്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത ഈ 5 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് ഈ വേണ്ടാത്ത കൂട്ടുകെട്ട് ഇതൊന്നും നടത്താതെ നേരെ ചൊവ്വേ നേരെ വാ നേരെ പോകുന്നുള്ള വഴിക്കൊക്കെ ജനങ്ങളെ സേവിച്ച് ഇതാക്കിയാൽ, ജനങ്ങൾ ന്യായവും നീതിയും നടത്താൻ നോക്കിയാൽ പിന്നെയും വരാം മാനമര്യാദയ്ക്ക് ഭരിക്കുക അല്ലേ. അല്ലാതെ വലിയ കട്ടും മോട്ടിക്കാനും ശബരിമല മോട്ടിക്കാനും ഗുരുവായൂരപ്പൻ്റെതെല്ലാം മോട്ടിക്കാനും ഒക്കെ ഇരുന്നാൽ ഇങ്ങനെ മോഷണമാണ് ഇവന്മാർക്ക് പരിപാടി. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് വലിയൊരു ഇൻഷുറൻസ് ലൂട്ടറാണ്. ഇതുപോലത്തെ ലൂട്ടറാണ് ഈ സദാനന്ദ സോമരാജൻ. ഇവനെയൊക്കെ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് പാർട്ടിയിൽ നിന്ന്. പാർട്ടിക്ക് വലിയ കേടുപാട് സംഭവിക്കണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ ഉപദ്രവിച്ച് നടക്കുന്ന മുതു ചീത്ത വിളിക്കുന്നവനുമാണ് ഈ സോമരാജൻ എന്ന് പറയുന്നവൻ. ഇവൻ്റെ എല്ലാം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവൻ്റെ മുതു ചീത്തകൾ വിളിക്കുന്നതൊക്കെ ഇവനിങ്ങനെ. അതുപോലെ ഇവൻ്റെ പണി മുഴുവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ കൊണ്ടുവന്ന് വെച്ചേച്ച് ഇവൻ പല പല പരിപാടി ആണുങ്ങളെ കൊണ്ടുവന്ന് വെച്ചേച്ച് അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളെ പേര് കഥകളുണ്ടാക്കുക. ഇവൻ ആരാണെന്നറിയത്തില്ല. ഇങ്ങനെയൊക്കെ അതൊക്കെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. പാർട്ടി ഏത് പാർട്ടി ആയാലും ശരി, ഏത് കോൺഗ്രസ് ആയാലും ശരി, കമ്മ്യൂണിസ്റ്റ് ആയാലും നിർത്തുന്നതാണ് നല്ലത്. ഒരുത്തനിങ്ങനെ പോകുന്നു. ഇങ്ങനെ പല അവന്മാരെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇവന്മാരുടെയൊക്കെ ഇതിൽ പല അവന്മാരെയാണ് കയറ്റി വെച്ചേക്കുന്നത്. ഇങ്ങനെ വീട് അപ്പുറം ഇപ്പുറം എല്ലാം കയറ്റി വെച്ചിട്ട് 24 മണിക്കൂറും എൻ്റെ വീട്ടിൽ ആരാണ്ട് ആണുങ്ങളിരിക്കുന്നത്, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കുന്നത്. ഇങ്ങനെ പലരെയും ഇങ്ങനെ കയറ്റി വെച്ച് നമ്മുടെ പെണ്ണുങ്ങളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കുക, നമ്മുടെ തലയിലേക്ക് ലേസർ അടിച്ച് നമ്മളെ വകവരുത്തി ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ നോക്കുക. ഇവൻ്റെയൊക്കെ വീട്ടിൽ വന്ന് കയറിയിരിക്കുന്ന 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. വൃന്ദയെന്ന് പറയുന്ന ഒരുത്തിയുണ്ട്, ഫോണും കൊണ്ട് 24 മണിക്കൂർ നടക്കുക. അവളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെ എന്താണെന്നുള്ളത്. പിന്നെ ഇവിടെ ഭർത്താവിൻ്റെ, ഇവിടെ വീട്ടുകാരുടെയും, ഇവളുടെ സദാനന്ദ മന്ദിരത്തിലെ ബാക്കിയുള്ളവരുടെയൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനൊക്കെ നോക്കിയാൽ മതി. ഇങ്ങനെ നടക്കുക, ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുക. വേറെ വഴിയൊന്നുമില്ല പുട്ടടിക്കാൻ. ഇങ്ങനെ മറ്റുള്ളവരെ പീഡിപ്പിച്ച് പുട്ടടിക്കാൻ നടക്കുക. അതൊക്കെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെ ഉള്ളവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി മാനമര്യാദയ്ക്ക് ഭരിക്കാൻ നോക്കുക. എവിടുത്തെ എല്ലാ പഞ്ചായത്ത് വയസ്സും നോക്കി വേണ്ടാത്തവരെയൊക്കെ ഒഴിവാക്കി നേരെ ചൊവ്വേ നന്നായി ഭരിക്കാൻ നോക്കുക എല്ലാവരും. ഇവന്മാരിങ്ങനെ നടക്കുക. കുറേ ഗൂണ്ടായിസമായിട്ട് കുറേ ഗൂണ്ടായിസ് നടത്തിയ കമ്മ്യൂണിസ്റ്റുകാർ അടിച്ചു പൊളിക്കുക. പെണ്ണുങ്ങളുടെ വീട് പെണ്ണുങ്ങൾ തന്നെ ഉള്ളപ്പം പിടിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ പരിപാടി. വലിയ ഗൂണ്ടകൾ. എന്നിട്ട് അവരുടെ വീട്ടിലാണ് സാധനങ്ങളെല്ലാം.